പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. എല്ലാവർക്കും ജയൻ കുക്കിംഗ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കർ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. ഈ മട്ടണിൽ തൈരും ഉപ്പും കുരുമുളക് പൊടിയും പുരട്ടിയതാണ്. ഇത് ഏകദേശം 3/4 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതുകൂടാതെ 2 സവോള, ഒരു വലിയ തക്കാളി ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടാതെ ഒരു വലിയ സവോള ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുത്തു. മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തത് 1 കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 പച്ചമുളകുമാണ് അരച്ച് ചേർത്ത് കൊടുത്തത്. പുളിക്കായി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മട്ടൺ നല്ല സോഫ്റ്റായി കിട്ടാൻ സഹായിക്കും. 1 മുറി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം കൂടി മട്ടണിൽ നന്നായി പുരട്ടി കൊടുക്കാം. മസാലകളൊക്കെ മട്ടണിൽ നന്നായി പുരട്ടിയതിന് ശേഷം കുക്കർ നമുക്ക് അടച്ചു വെച്ച് മട്ടൺ വേവിച്ചെടുക്കാം. മട്ടൺ വേകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് കൂടി കുക്ക് ചെയ്തെടുക്കണം. ഒരു കുക്കറിൽ ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പു, പട്ട ഇവ ചേർത്ത് കൊടുത്തു. റൈസിന് ആവശ്യമായ ഉപ്പും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നമ്മൾ അരച്ചെടുത്തതിൻ്റെ ഏകദേശം 3/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 3 ഗ്ലാസ് അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരി കുതിർത്തിട്ടല്ല ഈ ബിരിയാണി തയ്യാറാക്കുന്നത്, ജസ്റ്റ് കഴുകിയെടുത്തതേ ഉള്ളൂ. വെള്ളം നന്നായി തിളച്ച് കിടക്കുകയാണ്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയുടെ വേവ് ഇടയ്ക്ക് നോക്കണം. അരി ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ പെറുക്കി മാറ്റാം. ചോറ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു കിഴുത്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോള ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് സമയം നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടൺ കുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മട്ടൺ റെഡിയായിരിക്കുകയാണ്. നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ നമുക്ക് എടുത്ത് മാറ്റണം. ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസും ഹാഫ് പാർട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മാറ്റി വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബാക്കി റൈസ് കൂടി ഇട്ട് ലെവൽ ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ഇടാതെ ഇത് ഒന്ന് ആവി കയറുവാനായി വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായി നമ്മുടെ ബിരിയാണി റെഡിയായിരിക്കുകയാണ്. ഇത് നമ്മൾ വളരെ എണ്ണ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സവോള ഫ്രൈ ചെയ്യുവാൻ മാത്രമാണ് ഗീ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗീ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഹെൽത്തിയായ ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഈസി റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി ഉടനെ വരാം. താങ്ക് യു സോ മച്ച്.